മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ അരമണിക്കൂർ. ഡോളർ കടത്ത് കേസ് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് തുടർച്ചയായ 2ാം ദിവസവും പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. സഭാ കവാടത്തിൽ അഴിമതി വിരുദ്ധ സംരക്ഷണ മതിൽ തീർത്ത് പ്രതിഷേധം. മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സഭയിൽ ബാനർ ഉയർത്തി പ്രതിഷേധിക്കുന്നത് ചട്ടവിരുദ്ധമെന്ന് സ്പീക്കർ. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി CPIM സംസ്ഥാന കമ്മിറ്റി കീഴ്ഘടകങ്ങൾക്ക് അയച്ച കത്ത് 24-ന്. കുറ്റ്യാടിയിലും പൊന്നാനിയിലും ഉണ്ടായ പരസ്യ പ്രതിഷേധങ്ങൾ നാണക്കേടുണ്ടാക്കി. നേതാക്കൾ സ്ഥാനാർത്ഥിത്വത്തിന് ചരടുവലി നടത്തി. ഘടകകക്ഷി മണ്ഡലങ്ങളിൽ പ്രവർത്തനങ്ങൾക്ക് നേതാക്കൾ പണം വാങ്ങി. വടകരയിലെ പരാജയം സംഘടനാ ദൗർബല്യം. പാലക്കാട് ശ്രീധരൻ ഇടത് വോട്ടുകൾ ലഭിച്ചുവെന്നും വിലയിരുത്തൽ. ഡോക്ടർമാർക്കെതിരായ അതിക്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന മറുപടി തിരുത്തി ആരോഗ്യമന്ത്രി. പുതുക്കിയ മറുപടി സഭയുടെ മേശപ്പുറത്ത് വെച്ചു. തെറ്റായ ഉത്തരം നൽകിയതിൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് വിലയിരുത്തൽ. ആരോഗ്യമന്ത്രിയുടെ മറുപടി നിരുത്തരവാദപരമെന്ന് രമേശ് ചെന്നിത്തല. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി IMA. ഡോക്ടർമാരെ മർദ്ദിച്ച സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന പ്രസ്താവന ശരിയായില്ല. മന്ത്രിയെ നേരിൽ കണ്ട് പ്രശ്നങ്ങൾ ബോധിപ്പിച്ചതാണെന്നും നടപടിയുണ്ടായില്ലെങ്കിൽ വാക്സിനേഷൻ അടക്കമുള്ളവ നിർത്തിവെക്കുമെന്നും മുന്നറിയിപ്പ്. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ 4 പ്രതികൾക്ക് മുൻകൂർ ജാമ്യം. RB ശ്രീകുമാർ അടക്കമുള്ള പ്രതികൾക്ക് ജാമ്യം നൽകിയത് ഹൈക്കോടതി. ജാമ്യം നൽകരുതെന്ന CBI വാദം തള്ളി. മലപ്പുറം ആനക്കയം സഹകരണ ബാങ്കിൽ പ്രതിഷേധവുമായി നിക്ഷേപകർ. 230 നിക്ഷേപകരുടെ പണം നഷ്ടമായെന്ന് പരാതി. സെക്രട്ടറിയെ ഉപരോധിച്ച സഹകാരികൾ. AR നഗർ ബാങ്കിൽ 300 കോടിയുടെ കള്ളപ്പണമുണ്ടെന്ന് സഹകരണ വകുപ്പ് കണ്ടെത്തിയതായി KT ജലീൽ. കുഞ്ഞാലിക്കുട്ടി വൻതോതിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതായും ആരോപണം. കേരള ബാങ്ക് ATM തട്ടിപ്പിന് കാരണം ബാങ്കിന്റെ തന്നെ വീഴ്ചയെന്ന് കണ്ടെത്തൽ. ബാങ്കിന്റെ ATM മെഷീനുകൾ ചിപ്പ് കാർഡ് റീഡ് ചെയ്യുന്നവയല്ല. പ്രതികൾ പണം തട്ടിയത് ഈ സുരക്ഷാ വീഴ്ച മറയാക്കി. പഴയ വാഹനങ്ങൾ പൊളിക്കാൻ പുതിയ നയം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. സ്വകാര്യ വാഹനങ്ങൾ പരമാവധി 20 വർഷം വരെ ഉപയോഗിക്കാം. വാണിജ്യ വാഹനങ്ങളുടെ കാലാവധി 15 വർഷം. രാജ്യത്ത് 70 പൊളിക്കൽ കേന്ദ്രങ്ങൾ തുടങ്ങാനും തീരുമാനം. MSF സംസ്ഥാന പ്രസിഡന്റിനും മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിക്കുമെതിരെ വനിതാ വിഭാഗത്തിന്റെ പരാതി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും മോശം പദപ്രയോഗം നടത്തിയെന്നും ആരോപണം. വനിതാ കമ്മീഷനെ സമീപിച്ചത് പരാതി നേതൃത്വം അവഗണിച്ചതോടെ. ഈ ബുൾജറ്റ് ബ്ലോഗർമാർക്കെതിരെ നടപടി കടുപ്പിച്ച പോലീസ്. ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും. ബ്ലോഗർമാർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ കുറ്റപത്രം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സാമ്പത്തിക പ്രതിസന്ധി. അടുത്ത മാസം ശമ്പളം നൽകാൻ പണമില്ല. നീക്കിയിരിപ്പ് 10 കോടിയിൽ താഴെയായി. സർക്കാരിനോട് വീണ്ടും സഹായം തേടിയെന്ന് ബോർഡ് പ്രസിഡന്റ് N. വാസു. ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തിയതിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി സംസ്ഥാന സർക്കാർ. ക്ലസ്റ്ററുകൾ രൂപീകരിക്കുന്നതിന് പുതിയ മാനദണ്ഡം. 100 മീറ്ററിനുള്ളിൽ 5 പോസിറ്റീവ് കേസുകൾ ഉണ്ടായാൽ ക്ലസ്റ്റർ ആക്കി മാറ്റും. 20 ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ കൂടി കേരളം വാങ്ങുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സ്വകാര്യ ആശുപത്രികൾക്കാകും വാക്സിൻ വാങ്ങി നൽകുകയെന്നും ധനമന്ത്രി. വാക്സിനുകൾ ലഭ്യമാക്കുക മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി. രാജ്യത്തെ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 40,000-ൽ തുടരുന്നു. 24 മണിക്കൂറിനിടെ 40,120 പോസിറ്റീവ് കേസുകളും 585 മരണവും. വാക്സിനേഷന് ലിംഗവിവേചനം കാണിക്കരുതെന്ന് ദേശീയ വനിതാ കമ്മീഷൻ. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ പൂക്കോയ തങ്ങളെ 4 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യും. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവിധ ജില്ലകളിലായി രജിസ്റ്റർ ചെയ്തത് 164 കേസുകൾ. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് മഠത്തിൽ തുടരാമെന്ന് കോടതി. ഉത്തരവ് മാനന്തവാടി മുൻസിഫ് കോടതിയുടേത്. സഭയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ ലൂസി കളപ്പുര നൽകിയ ഹർജിയിൽ അന്തിമ വിധി വരുന്നതുവരെ മഠത്തിൽ തുടരാം. പെട്രോൾ വില കുറച്ച് തമിഴ്നാട്. സംസ്ഥാന നികുതി ഇനത്തിൽ 3 രൂപ കുറച്ചു. പ്രഖ്യാപനം സംസ്ഥാന ബജറ്റിൽ. രാജ്യസഭയിൽ പേപ്പർ കീറിയെറിഞ്ഞിട്ടില്ലെന്ന് ബിനോയ് വിശ്വം MP. സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ട് പച്ചക്കള്ളം. പ്രതിപക്ഷത്തിനെതിരെ നുണപ്രചാര വേലയുമായി സർക്കാർ കടന്നാക്രമിക്കുന്നുവെന്നും വിമർശനം. ഒരക്രമവും കാണിച്ചിട്ടില്ലെന്ന് എളമരം കരീം. സ്വകാര്യ ബസ് മേഖലയ്ക്ക് സഹായവുമായി സർക്കാർ. ടൂറിസ്റ്റ് ബസ്സുകൾക്കും സ്വകാര്യ ബസ്സുകൾക്കും മെയ് ജൂൺ പാത നികുതി ഒഴിവാക്കി. ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെ നികുതിയും ഒഴിവാക്കും. ഇവയുടെ 2 ലക്ഷം വരെയുള്ള വായ്പകളുടെ 4% പലിശ സർക്കാർ വഹിക്കുമെന്ന് ധനമന്ത്രി.
നടി ആക്രമിച്ച കേസിലെ വിചാരണ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന വിചാരണ കോടതി ജഡ്ജിയുടെ അപേക്ഷ സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. 6 മാസം കൂടി സമയം അനുവദിക്കണമെന്ന ജഡ്ജി ഹണി എം വർഗീസ്, ജസ്റ്റിസുമാരായ എം ഖാൻവിൽക്കർ, സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബെഞ്ച് ആവശ്യം പരിഗണിക്കും. SSLC ഉത്തരപേപ്പർ മാറി മൂല്യനിർണ്ണയം നടത്തിയ സംഭവത്തിൽ തിരുത്തലുമായി വിദ്യാഭ്യാസ വകുപ്പ്. കോട്ടപ്പുറം സെന്റ് ആൻഡ് സ്കൂൾ വിദ്യാർത്ഥിനിയുടെ പരീക്ഷാ പേപ്പറിലെ പിഴവ് തിരുത്തി. പുതുക്കിയ മാർക്ക് ലിസ്റ്റിൽ ആൻഡ്രിയ സെലസ്റ്റിൻ ഹിന്ദിയിൽ A+ നേടി. ഈശോ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകരുതെന്ന പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. നടപടി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേത്. കോടതിയെ സമീപിച്ചത് ക്രിസ്ത്യൻ അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷൻ. ട്വിറ്ററിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ട്വിറ്റർ രാഷ്ട്രീയ പക്ഷം പിടിക്കുന്നത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നടക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള ആക്രമണമെന്നും വിമർശനം. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിലേക്ക് നുഴഞ്ഞുകയറ്റ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേന ഖലിസ്ഥാൻ അനുകൂലികൾ നുഴഞ്ഞുകയറാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ഡൽഹിയിലെ ആരാധനാലയങ്ങളിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന വൈദ്യുതാഘാതമേറ്റ് ചരിഞ്ഞു. 45 വയസ്സ് പ്രായമുള്ള പിടിയാന ചെരിഞ്ഞത് ആദിവാസി പുനരധിവാസ മേഖലയായ 301 കോളനിയിൽ. 2017 ശേഷം ഇതുവരെ ചിന്നക്കനാൽ മേഖലയിൽ വൈദ്യുതാഘാതമേറ്റ് ചരിഞ്ഞത് 3 കാട്ടാനകൾ. ഹിമാചൽ പ്രദേശിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു. മരിച്ചവരുടെ എണ്ണം 15 അപകടത്തിൽപ്പെട്ടവരെ കണ്ടെത്താൻ ഡ്രോൺ ഉപയോഗിച്ചും തെരച്ചിൽ. തിരുവനന്തപുരം തിരുവല്ലത്ത് അമ്മയും മകളും ഷോക്കേറ്റ് മരിച്ചു. മരിച്ചത് 57-കാരിയായ ഹേനയും മകൾ നീതുവും. ഷോക്കേറ്റത് വീടിനകത്ത് വെച്ചു. ദേശീയ വാർത്ത. കേന്ദ്ര സർക്കാരിനെതിരെ കടന്നാക്രമിച്ച് കോൺഗ്രസ്. പ്രഹ്ലാദ് ജോഷി അടക്കമുള്ള മന്ത്രിമാർ നടത്തിയ വാർത്താ സമ്മേളനം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള മാസ്റ്റർ പ്ലാൻ എന്ന് വിമർശനം. ജനവിരുദ്ധ ബില്ലുകൾ പാസാക്കുന്നതിന് വേണ്ടി മാത്രം മൺസൂൺ വർഷകാല സമ്മേളനം കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്തെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. തമിഴ്നാട് ബജറ്റ് സമ്മേളനത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. നടപടി പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിക്ക് സംസാരിക്കാൻ അവസരം നൽകാത്തതിൽ പ്രതിഷേധിച്ച്. കോൺഗ്രസ് നേതാക്കളുടെ ട്വിറ്റർ അക്കൗണ്ടുകൾ പൂട്ടിച്ച നടപടിയെ വിമർശിച്ച TCC പ്രസിഡന്റ് KS അളഗിരി. നരേന്ദ്രമോദിയുടെ ഭരണ നടപടികൾ സ്വേച്ഛാധിപതിയെപ്പോലെയെന്ന് വിമർശനം. മഹാരാഷ്ട്രയിൽ കോവിഡ് ഡെൽറ്റ വകഭേദം വ്യാപിക്കുന്നു. റായ്ഗഡിൽ 1 മരണം കൂടി. ഇതുവരെ സംസ്ഥാനത്ത് ഡെൽറ്റ വകഭേദം ബാധിച്ച് മരിച്ചത് 3 പേർ. ജസ്റ്റിസ് L നാഗേശ്വര റാവു സുപ്രീം കോടതി കൊളീജിയത്തിൽ. ജസ്റ്റിസ് RF നരിമാൻ വിരമിച്ച സാഹചര്യത്തിലാണ് 5-അംഗ കൊളീജിയത്തിൽ എത്തിയത്. അടുത്ത വർഷം ജൂൺ 6 വരെ കൊളീജിയത്തിൽ തുടരും. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ അവലോകന യോഗം വിളിക്കാനൊരുങ്ങി കർണാടക. മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മയുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരുമായി യോഗം ചേരും. സ്കൂളുകൾ തുറക്കുന്നതിൽ തീരുമാനമെടുക്കുമെന്ന് റിപ്പോർട്ട്. ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ 2ാം പതിപ്പിന് ഡൽഹിയിൽ തുടക്കം. ഫ്ളാഗ് ഓഫ് ചെയ്ത കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ. മുംബൈയിൽ NSD കമാൻഡോസും പങ്കെടുക്കുന്നു. പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് സുരക്ഷ ഏർപ്പെടുത്തി കേന്ദ്രം. BJP നേതാവ് സുവേന്ദു അധികാരിയുടെ സഹോദരൻ സൗമേന്ദു അധികാരിക്ക് Z കാറ്റഗറിയും GCPA നേതാവ് അനന്ത മഹാരാജിന് Y കാറ്റഗറി സുരക്ഷയും ഏർപ്പെടുത്തി. കർണാടകയിൽ കുട്ടികൾക്കിടയിൽ കോവിഡ് വ്യാപിക്കുന്നു. കഴിഞ്ഞ 10 ദിവസത്തിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത് 543 കുട്ടികൾക്ക്. കുട്ടികളിൽ പലർക്കും രോഗലക്ഷണമില്ല. ലക്നൌവിലെ BSP മുൻ MLA പൂജ പാലിന് CBIയുടെ ക്ലീൻ ചിറ്റ്. ലളിത് വർമ്മ കൊലപാതക കേസിൽ പങ്കില്ലെന്ന് CBIയുടെ കണ്ടെത്തൽ. 2019 CBI കേസ് രജിസ്റ്റർ ചെയ്തത്. അന്താരാഷ്ട്ര വാർത്തകൾ. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പിടിമുറക്കുന്നു. ലഷ്കർ ഗാവ് നഗരം പിടിച്ചെടുത്തു. ഏറ്റവും വലിയ 2ാമത്തെ നഗരമായ കാണ്ഡഹാർ പിടിച്ചെടുത്തെന്ന താലിബാന്റെ അവകാശവാദം. കാബൂളിനെ ലക്ഷ്യമാക്കി താലിബാൻ നീക്കമെന്ന റിപ്പോർട്ടുകൾ. അവധിക്കാല യാത്രകൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ട ദക്ഷിണ കൊറിയൻ പ്രധാനമന്ത്രി കിം ബൂം ക്യൂം. വർക്ക് ഫ്രം ഹോം സംവിധാനം നടപ്പിലാക്കാൻ കമ്പനികൾക്ക് നിർദ്ദേശം. നടപടി രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചതോടെ. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്ക് അധികമായി 1 ബൂസ്റ്റർ ജാബ് കൂടി നൽകാനൊരുങ്ങി അമേരിക്ക. തീരുമാനത്തിന് US ഡ്രഗ് റെഗുലേറ്റേഴ്സിന്റെ അംഗീകാരം. കോവിഡിനെ നേരിടാൻ ബൂസ്റ്റർ ഷോട്ടുകൾ ആവശ്യമെന്ന് US ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിക്കുന്നത് ഇതാദ്യം. വടക്കു പടിഞ്ഞാറൻ ചൈനയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.8 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
ചൈനയിലെ നിൻബോ ചൌഷാൻ തുറമുഖം അടച്ചു. നടപടി ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അടച്ചുപൂട്ടിയത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ മൂന്നാമത്തെ തുറമുഖം. 60 വയസ്സിൽ താഴെയുള്ളവർക്ക് ബൂസ്റ്റർ വാക്സിൻ നൽകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ്. അടുത്തയാഴ്ച മുതൽ 3ാം ഡോസ് വാക്സിൻ നൽകും. സാമ്പത്തിക മേഖല തകരാതെ കോവിഡിനെ നേരിടുകയാണ് ലക്ഷ്യമെന്ന് സർക്കാർ. കോവിഡിന്റെ പ്രഭവ കേന്ദ്രത്തെക്കുറിച്ച് പുതിയ അന്വേഷണം നടത്തണമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ആവശ്യം തള്ളി ചൈന. ശാസ്ത്രീയമായ ശ്രമങ്ങളെ പിന്തുണച്ചിരുന്നുവെന്നും രാഷ്ട്രീയ നീക്കങ്ങളെ എതിർക്കുന്നുവെന്നും ചൈന. കോവിഡ് പശ്ചാത്തലത്തിൽ യാത്രാവിലക്ക് നീട്ടാനൊരുങ്ങി ഫിലിപ്പൈൻസ്. ഇന്ത്യ ഉൾപ്പെടെ 10 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്കേർപ്പെടുത്തും. തീരുമാനം ഡെൽറ്റ വകഭേദ ആശങ്കയെ തുടർന്ന്. കരീബിയൻ രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകാൻ അമേരിക്ക 6 ലക്ഷം ഡോസ് ഫൈസർ വാക്സിൻ എത്തിക്കും. നടപടികൾ തുടങ്ങി. ചൈനീസ് പ്രവിശ്യയായ ഹൂബിയിൽ കനത്ത മഴ. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 21 പേർ മരിച്ചെന്ന് ഔദ്യോഗിക കണക്ക്. 6000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. വടക്കൻ തുർക്കിയിലെ പ്രളയത്തിൽ 27 മരണം. 80 പേരെ രക്ഷപ്പെടുത്തിയെന്ന തുർക്കി സേന. 1 മാസത്തിനിടെ തുർക്കിയിലുണ്ടായ 2ാമത്തെ പ്രകൃതി ദുരന്തമാണിത്. സ്ത്രീധന വിരുദ്ധ ഹെൽപ്പ് ഡെസ്കുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഡെസ്കിന്റെ പ്രവർത്തനം മകൾക്കൊപ്പം എന്ന ക്യാമ്പയിന്റെ 2ാം ഘട്ടമായി. കല്ലടയാറിന്റെ തീരസംരക്ഷണത്തിനായി മുള ഉൾപ്പെടെയുള്ള സസ്യങ്ങൾ നട്ടുവളർത്തുന്ന പദ്ധതിക്ക് പിടവൂരിൽ തുടക്കം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കും. കൃഷിമന്ത്രി പി പ്രസാദിന് നിവേദനം നൽകി ഫാമിംഗ് കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ. സംസ്ഥാന ഫാമിംഗ് കോർപ്പറേഷൻ എസ്റ്റേറ്റുകളിൽ വൈവിധ്യവൽക്കരണം നടപ്പാക്കണമെന്ന ആവശ്യം. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിച്ചു. കുണ്ടറ സ്വദേശി ബി എൻ ഗോവിന്ദ്, കാഞ്ഞങ്ങാട് സ്വദേശിനി ചൈതന്യ എന്നിവരാണ് മരിച്ചത്. അമിത വേഗത്തിലെത്തിയ കാർ ഇവർ സഞ്ചരിച്ച ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. മക്കൾക്കൊപ്പം എന്ന രക്ഷാകർതൃ വിദ്യാഭ്യാസ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. വിദ്യാർത്ഥികളിലെ ആത്മവിശ്വാസം വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. കോട്ടയം ജില്ലയിൽ പച്ചക്കറി വിപണിയൊരുക്കാൻ കൃഷി വകുപ്പ്. കർഷകരിൽ നിന്ന് വിപണി വിലയേക്കാൾ 10% അധികം നൽകി സംഭരിക്കും. കോവിഡ് പ്രതിസന്ധിയിലായ സ്റ്റേജ് കലാകാരന്മാർക്ക് കൈത്താങ്ങുമായി അമ്പലപ്പുഴയിലെ സംസ്കൃതി കൂട്ടായ്മ. ആലപ്പുഴ ജില്ലയിലെ 100 കലാകാരന്മാർക്ക് സഹായധനം വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത വിവോ. സഹോദരങ്ങൾക്ക് ഫോണുകൾ കൈമാറി. ഫ്ലവേഴ്സ് ഫാമിലി ക്ലബ് ജില്ലാ കോർഡിനേറ്റർ മധു പുന്നപ്ര. ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറി വേൾഡ് മലയാളി ഫെഡറേഷൻ ആഫ്രിക്കൻ റീജിയൻ. ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ രാജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്ത് കോതമംഗലം നഗരസഭ. പദ്ധതി ഉദ്ഘാടനം ചെയ്ത നഗരസഭാ ചെയർമാൻ കെ ടോമി. കൃഷി വികസന കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്ത് ഏലൂർ നഗരസഭാ ചെയർമാൻ എ ഡി സുജിൽ. നേന്ത്രവാഴ തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച ഏലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇ കെ സേതു. പ്രതിസന്ധികൾ മറികടന്ന് ഇക്കുറിയും പൊക്കാളി കൃഷി ഇറക്കി കർഷകർ. 434 ഹെക്ടർ സ്ഥലത്താണ് ഈ വർഷം എറണാകുളം ജില്ലയിൽ പൊക്കാളി കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഇത് 433 ഹെക്ടർ ആയിരുന്നു. ലഹരിക്കെതിരായ നവമാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണത്തിന് കോതമംഗലം ഈസ്റ്റ് മാറാടി സ്കൂളിന് 1ാം സ്ഥാനം. ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന നശാമുക്ത് ഭാരത് അഭിയാൻ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പ്രചാരണം നടന്നത്. കൊല്ലത്ത് ഫേസ്ബുക്കിലൂടെ പ്രായപൂർത്തിയാകാത്ത ടെലിവിഷൻ താരത്തെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. പോക്സോ നിയമപ്രകാരം സൈബർ പോലീസിന്റെ പിടിയിലായത് കണ്ണനെല്ലൂർ സ്വദേശി അല്ലമീൻ. 100 ന്യൂസിലേക്ക് വീണ്ടും. തൃത്താല മാട്ടായ പിറപ്പ് റോഡിൽ പ്ലാസ്റ്റിക് മാലിന്യം റോഡരികിൽ നിക്ഷേപിച്ച സാമൂഹിക വിരുദ്ധർ. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണം വിപണിക്ക് പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂളിൽ തുടക്കം. 850 രൂപ നിരക്കിൽ 21 ഇന പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്യും. അട്ടപ്പാടിയിലെ മുഴുവൻ ആശുപത്രികളിലേക്കും കോവിഡ് കെയർ സെന്ററുകളിലേക്കും സഹായം എത്തിച്ച കോയമ്പത്തൂർ NMCT 2 ഘട്ടങ്ങളിലായി കൈമാറിയത് 1/2 കോടി രൂപയുടെ സാധനങ്ങൾ. സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഇന്ത്യൻ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ എന്നിവരുടെ പേരുകൾ ഉപയോഗിച്ച് ചിത്രം വരച്ച ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി പന്നിയങ്കര സ്വദേശി എം ശ്രേയ. 192 വാക്കുകൾ കൊണ്ട് വരച്ചത് ഗാന്ധി ചിത്രം. വാക്സിൻ ക്ഷാമത്തിനെതിരെ നെന്മാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. സമരം ഉദ്ഘാടനം ചെയ്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രബിത ജയൻ. പൊന്നാനിയിലെ ആദ്യകാല മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ
കോടമ്പിയെ റഹ്മാൻ അന്തരിച്ചു. അന്ത്യം കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെ. പെറ്റിയല്ല വാക്സിനാണ് വേണ്ടതെന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് ചുങ്കത്തറ മണ്ഡലം കമ്മിറ്റി. ചുങ്കത്തറ PHCക്ക് മുമ്പിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TMA മുബാറക്. നിലമ്പൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ നിൽപ്പ് സമരം നടത്തി യൂത്ത് കോൺഗ്രസ്. വാക്സിൻ വിതരണം സുതാര്യമാക്കണമെന്ന ആവശ്യം. സമരം ഉദ്ഘാടനം ചെയ്ത് KPCC ജനറൽ സെക്രട്ടറി PA കരീം. മലപ്പുറത്ത് സൈബർ സുരക്ഷാ ക്യാമ്പയിനുമായി SKSSF ഓൺലൈൻ ബോധവൽക്കരണ ക്ലാസുകൾക്ക് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മലപ്പുറം കോഡൂർ പഞ്ചായത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി തൈകൾ നൽകിയത് സൗജന്യമായി. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ക്ലാസ് റൂം പ്രൊട്ടസ്റ്റുമായി SFI. എല്ലാ വിദ്യാർത്ഥികൾക്കും വാക്സിനേഷൻ ഉറപ്പുവരുത്തണമെന്നാണ് ആവശ്യം. ഉദ്ഘാടനം നിർവഹിച്ച SFI മലപ്പുറം ജില്ലാ സെക്രട്ടറി KA സക്കീർ. കോഴിക്കോട് ജില്ലയിലെ കേലാട്ടുകുന്ന് കോളനിയിലെ 15 കൈവശക്കാർക്ക് 3 സെന്റ് ഭൂമിയും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടും അനുവദിച്ചു. നെല്ലിക്കോട് വില്ലേജിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ 1 ഏക്കർ ഭൂമിയിൽ നിന്നും ഭൂമി നൽകും. ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചു. ബേപ്പൂർ വെള്ളയിൽ പോലീസ് സ്റ്റേഷനുകളുടെ നിർമ്മാണ ചെലവ് 3,98,00,000 രൂപ. പോക്കറ്റിൽ കിടന്ന മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച യുവാവിന്റെ കൈക്ക് പരിക്ക്. കോഴിക്കോട് മിഠായി തെരുവിലെ വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരന്റെ മൊബൈൽ ഫോണാണ് പൊട്ടിത്തെറിച്ചത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ കാറിൽ കടത്തുകയായിരുന്ന 141 കുപ്പി മാഹി വിദേശ മദ്യം പിടികൂടി. താരേമ്മൽ വീട്ടിൽ ബാബു അറസ്റ്റിൽ. വനം വകുപ്പിനെതിരെ സമരപ്രഖ്യാപനവുമായി നെന്മേനിയിലെ ജാഗ്രതാ സമിതി. വന്യമൃഗശല്യത്തിന് അറുതി വരുത്തിയില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പ്. നിർധന വിദ്യാർത്ഥിക്ക് ഓൺലൈൻ പഠനോപകരണം നൽകി വിവോ. 24മായി സഹകരിച്ചാണ് സഹായ പദ്ധതി. വിവോ ബിസിനസ് മാനേജർ സുഹൈൽ സ്മാർട്ട് ഫോൺ കൈമാറി. അന്തരിച്ച ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞൻ അക്കിറ മിയാവാക്കിയുടെ ഓർമ്മയ്ക്കായി കണ്ണൂർ സർവകലാശാലയിൽ മിയാവാക്കി വനമൊരുങ്ങുന്നു. 100-ൽ-പരം ഇനങ്ങളിലായി നട്ടുപിടിപ്പിച്ചത് 1600 വൃക്ഷത്തൈകൾ. വേങ്ങര റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങി. ഒരാഴ്ചയ്ക്കകം പൈലിംഗ് നടത്താൻ സാധിക്കുമെന്ന് പാലം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ജയദീപ് കുമാർ. കോവിഡ് 2ാം വ്യാപനത്തെ തുടർന്ന് നിർത്തിവെച്ച പറശ്ശിനിക്കടവിലെ ബോട്ട് സർവീസുകൾ പുനരാരംഭിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സർവീസ്. കുമ്പളയിൽ 50 ടൺ മണൽ ശേഖരം കണ്ടെത്തി. പുഴയിൽ നിന്ന് കോരി കരയിൽ സംഭരിച്ച നിലയിലായിരുന്നു മണൽ. പോലീസ് പരിശോധന നടത്തിയത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സഹകരിച്ചു. എന്റർടൈൻമെന്റ് ന്യൂസ്. അല്ലു അർജുൻ ചിത്രം പുഷ്പയിലെ ആദ്യ ഗാനം പുറത്തുവിട്ടു. DSP സംഗീതം നിർവഹിച്ച ഗാനം മലയാളം, തെലുഗു, തമിഴ്, ഹിന്ദി ഭാഷകളിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ തെരഞ്ഞെടുക്കപ്പെട്ട പക എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. നവാഗതനായ നിതിൻ ലൂക്കോസ് ആണ് സംവിധാനം. അമിതാഭ് ബച്ചനും ഇമ്രാൻ ഹാഷ്മിയും പ്രധാന വേഷത്തിലെത്തുന്ന ചെഹ്റ ഓഗസ്റ്റ് 27-ന് തിയേറ്ററുകളിലെത്തും. റൂമി ജഫ്രെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വക്കീലായാണ് അമിതാഭ് ബച്ചൻ എത്തുന്നത്. അക്ഷയ് കുമാർ നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ബെൽബോട്ടത്തിന്റെ മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ടു. രഞ്ജിത്ത് M തിവാരി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വാണി കപൂർ, ലാറ ദത്ത, ഹുമ ഖുറേഷി എന്നിവർ പ്രധാന വേഷത്തിൽ. കമൽഹാസൻ ചിത്രം വിക്രത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്തുവിട്ടു. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലും വിജയ് സേതുപതിയും പ്രധാന വേഷത്തിൽ. മലയാള ചിത്രം കെഞ്ചിരയിലെ വീഡിയോ ഗാനം റിലീസ് ചെയ്തു. ആദിവാസികളായ വിനുഷ രവി, KV ചന്ദ്രൻ, മോഹിനി എന്നിവർ പ്രധാന വേഷത്തിൽ. ചിത്രം ഈ മാസം 17-ന് ആക്ഷൻ OTT വഴി റിലീസ് ചെയ്യും. ഒളിമ്പിക്സ് മെഡൽ നേട്ടത്തിന്റെ ക്രെഡിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകുന്നതിനെതിരെ ഒളിമ്പ്യൻ നീരജ് ചോപ്ര ട്വീറ്റ് ചെയ്തതായി വ്യാജ പ്രചാരണം. പ്രചരിക്കുന്നത് നീരജ് ചോപ്രയുടെ പേരിൽ ആരംഭിച്ച വ്യാജ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നുള്ള പോസ്റ്റ്. 100 ന്യൂസിലേക്ക് വീണ്ടും ഇപ്പോൾ കിട്ടിയത്. തിരുവനന്തപുരത്ത് മൺവെട്ടികൊണ്ട് തലക്കടിയേറ്റ യുവതി മരിച്ചു. നെടുമങ്ങാട് സ്വദേശി സരിതയാണ് മരിച്ചത്. സരിതയെ ആക്രമിച്ച വിജയമോഹൻ നായർ ഇന്നലെ ആത്മഹത്യ ചെയ്തിരുന്നു. ജമ്മുകശ്മീരിൽ CRPF സംഘത്തിന് നേരെ ആക്രമണം. ഒരു ജവാനും ഒരു പ്രദേശവാസിക്കും പരുക്ക്. ഗ്രനേഡ് ആക്രമണം ഉണ്ടായത് ജമ്മുകശ്മീരിലെ സോപ്പാരയിൽ. PC
റാങ്ക് പട്ടിക ചുരുക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. ഒഴിവിന് ആനുപാതികമായി പട്ടിക തയ്യാറാക്കുന്നത് പരിഗണനയിൽ. ഒഴിവുകളേക്കാൾ വളരെയധികം ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തുന്നത് അനഭിലഷണീയം. ജസ്റ്റിസ് ദിനേശൻ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് തുടർ നടപടി. രാജ്യത്ത് ജാതിയടിസ്ഥാനത്തിൽ സെൻസസ് നടത്തണമെന്നാവശ്യപ്പെട്ട് RJD നേതാവ് തേജസ്വിനി യാദവ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ കമ്പനി CEO റീനു മറിയത്തിന്റെ ഇടക്കാല ജാമ്യം റദ്ദാക്കി. എറണാകുളം സെഷൻസ് കോടതിയുടെ നടപടി. ED നൽകിയ ഹർജിയിൽ റീനു മറിയം, തോമസ് ഡാനിയൽ എന്നിവരെ ഈ മാസം 18 വരെ ED കസ്റ്റഡിയിൽ വിട്ടു. 100 ന്യൂസ് പൂർണ്ണമാവുകയാണ്.